ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രഷ് ക്രീം എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടി. അതുപോലെ ഇതിന് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് വീട്ടിൽ നിന്ന് തന്നെ ഒരു ചിലവും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പാൽ എന്തായാലും ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ആ പാൽ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അതായത് പാൽ തിളപ്പിച്ച് അതിൻ്റെ മേലെയുള്ള പാടെടുത്തിട്ടാണ് നമ്മൾ ഈ ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ബട്ടർ ചിക്കൻ, അതുപോലെ പുഡിങ്, അപ്പോൾ ഫ്രഷ് ക്രീം ഉപയോഗിച്ച് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഈ ക്രീം വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് പാല് ഒരു പാനിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ക്രീമുള്ള പാലാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതൊന്ന് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ തിളപ്പിക്കുമ്പം പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ ശ്രദ്ധിച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ പാല് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കുറച്ച് ലോ ഫ്ലെയിമിലാക്കി ഒരു 5 മിനിറ്റും കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. 2 മിനിറ്റ് ഇതുപോലെ തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് ചെറിയ ഫ്ലെയിമിലാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ഇതുപോലെ ചെറിയ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ അടുപ്പ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് ഓഫാക്കിയതിന് ശേഷം കുറച്ച് സമയം തണുക്കാൻ വെക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാലും മതി. അപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. ഇത് കുറച്ച് സമയം പുറത്ത് വെച്ചപ്പോൾ തന്നെ തണുത്ത് അപ്പോൾ ആടെ മേലെ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ച് ഇതൊന്ന് കോരിയെടുക്കണം. അപ്പോൾ ആടെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ടത് ഇതിൻ്റെ മേലിൽ നിന്ന് കോരിയെടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഈ പാലിനെ ഒന്നും കൂടി ചൂടാക്കി തണുപ്പിക്കാൻ വെച്ചാൽ കുറച്ചും കൂടി ഇതുപോലെ കിട്ടും. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. കാരണം ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഒരുപാടൊന്നും കിട്ടില്ല. അപ്പോൾ കുറച്ച് ചിലപ്പോൾ ഒരാഴ്ച വേണ്ടി വരും, അല്ലെങ്കിൽ 2 ആഴ്ച വേണ്ടി വരും. നമുക്ക് ആവശ്യത്തിനുള്ള പാട ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്രീം റെഡിയാക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഞാൻ ഫ്രീസറിലാണ് വെച്ചത്. കാരണം ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് പിന്നെ എടുത്തത്. അപ്പോൾ ഒരാഴ്ചയൊക്കെ ആണെങ്കിൽ നിങ്ങൾ താഴെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ എനിക്കിവിടെ 2 ആഴ്ച കൊണ്ടാണ് ഇത്രയും പാട കിട്ടിയിട്ടുള്ളത്. കാരണം ഇവിടെ ഡെയിലി ഒന്നും ഇതുപോലെ പാല് തിളപ്പിക്കാറില്ല. ഞാൻ ചിലപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തിളപ്പിച്ചതിന് ശേഷം ഇതുപോലെ എടുത്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ 2 ആഴ്ച കൊണ്ട് കിട്ടിയ പാടയാണിത്. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് ഇപ്പം പുറത്തെടുത്ത് വെച്ചതാണ്. അപ്പം നല്ലോണം അതിൻ്റെ ഐസൊക്കെ പോയതിന് ശേഷം മാത്രമേ ക്രീം ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെയും കൂടി ആ ഒരു പാടം എടുത്തിട്ട് നമുക്കിത് ക്രീമാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തിളപ്പിച്ച് ആറാൻ വെച്ച പാലാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ കുറച്ച് പാടയും കൂടി ഉണ്ട്, അതും കൂടി എടുക്കാം. ഇന്നിപ്പോൾ കുറച്ച് പാലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചേ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള പാട റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ മറ്റിട്ട് ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെങ്കിൽ ഫുള്ളായിട്ട് അതിൻ്റെ ഐസ് പോയതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇത് മിക്സിയിലിട്ടതിന് ശേഷം പെട്ടെന്ന് ഓഫാക്കണം. അതായത് ജസ്റ്റ് ഒന്ന് ഓണാക്കുക, അതൊന്ന് മിക്സ് ആയതിനു ശേഷം വേഗം ഓഫാക്കുക. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് കുറച്ച് പാലും കൂടി ചേർത്താണ് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാൻ പോകുന്നത്. കാരണം എനിക്കിത് ബട്ടർ ചിക്കനിലേക്കാണ് ആവശ്യത്തിനാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ലൂസായിട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ്, എത്രയാണോ ക്രീമി ആയിട്ട് വേണ്ടത്, അതായത് ലൂസായിട്ട് വേണ്ടത്, അത്രയും പാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കൊരാവശ്യത്തിനുള്ളത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അഥവാ നിങ്ങൾക്കിത് ബ്രെഡിലോ മറ്റോ സ്പ്രെഡ് ചെയ്ത് കഴിക്കാനാണെങ്കിൽ പാലൊട്ടും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ നല്ല അടിപൊളി, അതായത് ചോക്ലേറ്റ് ക്രീമോ അല്ലെങ്കിൽ ജാമിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലായി കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്ത് വരാം. അപ്പോൾ നമ്മുടെ ക്രീമിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതുപോലെയാണ് വേണ്ടത്. കാരണം ബട്ടർ ചിക്കനിൽ ഇതുപോലെ ആണ് ഒഴിച്ച് കൊടുക്കാറ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ക്രീം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കാരണം
കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ കടയിൽ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. അപ്പോൾ ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ പാല് തിളപ്പിച്ച് വെക്കുന്ന സമയത്ത് അതിൻ്റെ പാടി എടുത്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്